വേറെ വയ്യാവേലി വഴിയെ പോയ കൊലപാതകത്തിന് അദ്ദേഹം പ്രതിയാവുകയും ജയിലിൽ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഇത് നമ്മൾ വല്ലതും ചെയ്ത കാര്യമാണ്. വല്ലവരും ചെയ്ത കാര്യത്തിന് നമ്മൾ പ്രതികളായി ജയിലിൽ പോകുമ്പോൾ ദാറ്റ് മീൻസ് വി ലോസ്റ്റ് അവർ പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോകുന്നത്? എപ്പോഴും പ്രൊട്ടക്ഷൻ പോകുന്നത്, സംരക്ഷണം എന്തുകൊണ്ടാണ് പോകുന്നത്? സംരക്ഷണം പോകുന്നതിൻ്റെ കാരണം അഥവാ ദൈവം സംരക്ഷിക്കുന്നതായിട്ട് അറിഞ്ഞില്ല. ഇപ്പം സംരക്ഷിച്ചാൽ ചിലരെ സംരക്ഷിക്കും, പക്ഷേ ദേ ലീവ് ആസ് ഇഫ് ദേ നോ ദേ ഡോണ്ട് ഹാവ് ദ പ്രസൻസ്. അതായത് അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ അവർക്ക് ഇങ്ങനെ ദൈവം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ വെച്ച് കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ ദൈവമാണ് അവരെ സംരക്ഷിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർ പറയും പാർട്ടിക്കാരാണ് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയും. അത് ഞങ്ങളുടെ കയ്യിലുള്ള ഗുണ്ടായിസമാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ചിലരും ഞങ്ങളുടെ കയ്യിലുള്ള FDയും ഞങ്ങളുടെ സ്വർണവും പറമ്പും പാർട്ടിയും പൊന്നും ഒക്കെ സംരക്ഷിക്കണം. നോൺസെൻസ്. ഒരിക്കലും അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയരുത്. അപ്പോഴും സംരക്ഷണം പോകും. അപ്പോൾ അദ്ദേഹം ബേബി കുര്യൻ പ്രതി അല്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് വിട്ടു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അവരിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ ഒരു 44 കാര്യങ്ങളൊക്കെ പോലീസ് രാജായിപ്പോയില്ലേ. അപ്പോഴേ കസ്റ്റമേഴ്സൊന്നും വരണില്ല. കച്ചവടം അയാൾക്ക് മാത്രമല്ല പല ആൾക്കാർക്കും കച്ചവടം പോയി. അയാൾക്ക് മാത്രമല്ല പല ആൾക്കാർക്കും കച്ചവടം പോയി. ഈ മണി ഫ്ലോയിൽ കൊടുത്തും കൊണ്ടും മേടിച്ചൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പലിശ അറിയാതെ കൊടുക്കും. അതിലെ കോവിഡിന് നമുക്ക് വന്ന അബദ്ധങ്ങൾ അതില്ലേ. കോവിഡിന് പല ആൾക്കാർക്കും വിഷമം വന്നതിൻ്റെ കാരണം എന്താ? ലോൺ എടുത്ത് ചെയ്യുന്ന ലോണിലല്ലേ നമ്മൾ എല്ലാവരും നിൽക്കണത്. ഇപ്പോൾ ലോൺ എടുത്ത് ചെയ്യുന്നവർ നമുക്ക് വരുമാനമില്ല, പലിശ കൂടുന്നു. പലിശ കൂടിയിട്ട് എന്ത് ചെയ്ത്? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തോ? ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ എന്ത് സപ്പോർട്ട് ചെയ്യും? അവരെ ലോക്സഭയിൽ തീരുമാനം എടുത്തിരിക്കണത് എന്താ? സപ്പോർട്ട് ചെയ്യേണ്ടെന്നാ. അതിലും ജപ്തി പടപെടാന്ന് ജപ്തി വരുന്നത്. കോവിഡ് കാലത്ത് ഗവൺമെൻറ് നമ്മളെന്ത് 8 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു 4 ലക്ഷം കോടി കൊടുത്തിരുന്നെങ്കിൽ കടമില്ലാതെ മനുഷ്യൻ ജീവിച്ച് പോകത്തില്ലേ? ഇപ്പോൾ എല്ലാവരും കിഡ്നി വരെ പണയം വെക്കുന്ന അവസ്ഥ വന്നില്ലേ? അപ്പോൾ ബാങ്കുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ഞങ്ങളെങ്ങാനും ഈ കടം എഴുതി തള്ളിയാൽ അതൊരു കീഴ്വഴക്കം തെറ്റാകും. പിന്നീട് ആൾക്കാർ കടമെടുത്താൽ ഗവൺമെൻറ് അടക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് സിസ്റ്റം തന്നെ തകരും. അതുകൊണ്ട് വി വിൽ നോട്ട് ഫോർ ദാറ്റ് എന്ന് പറയും. അത് ബാങ്കുകാർ അത് പറയത്തുള്ളൂ, പറയും അവർ. കാരണം സാമ്പത്തിക സ്ഥാപനമല്ലേ. അപ്പോൾ ജനാധിപത്യ സർക്കാരാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി സർക്കാരും അവരെ സെക്യൂരിറ്റി എമൗണ്ടാക്കി കിട്ടിയിരിക്കുന്ന കാശ് മാറ്റിയിട്ട് ജനങ്ങളിങ്ങനെ പട്ടിണിയായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചടക്കുകയാണ്. സത്യം പറയട്ടെ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബേബി കുര്യൻ വൈഫിനെ കൊണ്ടാണല്ലോ ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത് ഇല്ലേ? വൈഫ് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കർത്താവിന് മുതലാവണില്ല. അതാണൊരു പ്രശ്നം. കാര്യം ബേബി കുര്യൻ ഇവിടെ വന്നാണല്ലോ അല്ലേ? എന്തിനാണ് വൈഫിനെ കൊണ്ട് എടുപ്പിച്ചത്? തനിക്ക് ഇനി എങ്ങാനും വിശുദ്ധീകരിച്ച് പോയാൽ പഴയ കള്ളത്തടങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് കോട്ടം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളെ ദൈവത്തിനെ അതായത് പതുക്കെ അങ്ങോട്ട് സൈഡാക്കുകയാണ്. ശരിക്കും നിങ്ങളത് ചിന്തിക്കണം കേട്ടോ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് ദൈവത്തിനെ സൈഡാക്കുന്നതാണ്. ദൈവത്തിനെ സൈഡാക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ കൽപ്പനയിൽ ഇങ്ങനെ പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകരുത്, എന്നെ സൈഡാക്കരുതെന്ന്. അല്ലേ? കറക്റ്റല്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ലളിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതൊരു ഗ്രീവിയസ് ഒഫൻസാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ബേബി കുര്യൻ എന്താ ചെയ്തത്? ഞാനൊരു ബിസിനസ് മാനായത് കാരണം എനിക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വചനമൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് സൈഡാക്കുകയാണ്. പക്ഷേ എന്നാ പറ്റണത്? ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. ഉടമ്പടി പുതുക്കിയതിന് ശേഷവും അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പറമ്പുണ്ടേ. വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടം തീർക്കാം, പക്ഷേ ആരും വാങ്ങിക്കണില്ല പറമ്പ്. 10 പേര് വന്ന് നോക്കിയെന്നാണ് പറയുന്നത് ഉടമ്പടിക്കാലത്തെ.
10 പേര് വന്ന് ഉടമ്പടിക്കാലത്ത് പറമ്പ് കണ്ടുപോയി, അതിന് വിലയും പറഞ്ഞു പോയി, പക്ഷേ ആരും അഡ്വാൻസ് തന്നില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പോഴ് കടക്കാരാണെങ്കിൽ ഇങ്ങനെ കൊത്തി വരച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും വിളിയും. മനുഷ്യനെ എഴുന്നേക്കാൻ തന്നെ പേടിയാണ്. ആരെ കണ്ടാലും ഇപ്പം ചില പറയാം, ഞാൻ കടയിൽ കയറത്തില്ല വെച്ചാൽ, കടയിൽ കയറിയാൽ എല്ലാവരും കൂടി കടക്കാർ വരൂ, അത് ഞാൻ പുറത്ത് ഞാൻ കറങ്ങി നടക്കണമെന്ന്. അപ്പം അങ്ങനെ ഇന്നലെ എന്നോട് ആൾ വന്ന് പറഞ്ഞ്, എല്ലാവരും എമർജൻസിക്കാരെയൊക്കെ അച്ഛൻ കാണുമല്ലോ, മനഃപൂർവ്വം കാണുന്ന കേട്ടോ, നമുക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഇവിടെ. കാര്യം ഒരു ദിവസം 100 കണക്കിന് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരെയും കാണാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ എമർജൻസി ഉള്ളവരെ എല്ലാവരെയും കാണാം. ഇപ്പോൾ വ്യാഴാഴ്ച ഞായറാഴ്ച കാണത്തില്ല, പക്ഷേ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഞാൻ ആൾക്കാർ. ഇന്നലെയൊക്കെ 120 ആൾക്കാരെ കണ്ട്. ഹൈ എമർജൻസിക്കാരെ കാണാം. ചിലപ്പോൾ ഒരു ഉപദേശം, ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ചിലപ്പോൾ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്താൽ മതിയാവും. അതൊക്കെ ചില കർത്താവ് അവർ വരുമ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങളൊരിക്കലും അച്ഛനെ കാണുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിമാക്കി വെക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛൻ ആൾ ദൈവമായിട്ട് മാറും. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഇല്ല. നമുക്ക് ആപ്പാടെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അച്ഛനെ കാണുന്നത് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് വെക്കരുത്. മറിച്ച് വിഷയമെല്ലാം ചെയ്യണത് കർത്താവാണ്. അച്ഛനൊരു നിമിത്തം മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബോധം വേണം. ചില ആൾക്കാർക്ക് അവർക്ക് അച്ഛനെ കാണുമ്പോൾ എല്ലാം ശരിയാവുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ദൈവത്തെ സൈഡാക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു മാനുഷിക പ്രവണതയുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ലേ, നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടില്ല. ഉടമ്പടിക്ക് പാര വെക്കണം നിങ്ങൾ തന്നെയാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ല, നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. അതൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം, നല്ലതാണ്. ഇപ്പം ഈ ബേബിക്കറിൻ്റെ വിഷയം എന്താ? അയാൾ പറഞ്ഞു, എടി ഞാനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് കുറച്ച് തരികട പറഞ്ഞുകൊണ്ടാണ് ഇനി ഇപ്പം എത്രയോ പേര് വന്ന് സ്ഥലം നോക്കിപ്പോയി, അവരാരും എടുത്തില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായിട്ട് പോലും നടക്കണില്ലല്ലോ. നമുക്ക് പൈസ കൂടുകയല്ലേ, ആൾക്കാർ നമ്മളെ പെടയ്ക്ക് കൂടി ഞെക്കുകയല്ലേ. അവരൊരു പഠിച്ചേ, ഞാൻ ഉടമ്പടി എടുക്കാം. അപ്പോൾ അയാൾക്ക് ബോധോദയം വന്ന് സ്റ്റെപ്പ് നോക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ആഘോഷമാണ്. ഞാൻ ഉടമ്പടി എടുക്കാം. പുള്ളിക്കാരൻ വന്നിട്ട് ഉടമ്പടി വൈഫ് പുതുക്കുമ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1.5 ഇൻവെസ്റ്റ്മെൻറ്റാണ്. പുള്ളി നാക്ക് നിയന്ത്രിച്ചു. എല്ലാ സമയവും എല്ലാ കാലങ്ങളിലും കർത്താവ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധി എന്ന് പറയണത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? വിശുദ്ധി കുറഞ്ഞാൽ ദൈവസാന്നിധ്യം അറിയാണ്ടിരിക്കും. ഇപ്പോൾ ഈ യാക്കോബിൻ്റെ അനുഭവം, ദൈവാനുഭവം തന്നെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഉൽപ്പത്തി 18:28 16 വായിച്ചോളൂ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. അതാണ് സംഭവം. ദൈവം നിന്റെ വീട്ടിലുണ്ടായാലും ചിലപ്പോൾ അറിയത്തില്ല. അതൊരു അപകടമാണ് ഇതിൻ്റെ അകത്ത്. നീ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ, ഇല്ലേ? ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഞാൻ നിൻ്റെ കൂടെ വരും എവിടെ ആയാലും. അപ്പോൾ ദൈവം വാക്കുമായിരിക്കുമല്ലോ. പക്ഷേ വി ആർ നോട്ട് നോയിങ് ഇറ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച് ചേട്ടനെ പറ്റിച്ചിട്ട് വന്നിരിക്കണതാണ്, അല്ലേ? അതാണ് സംഭവം. ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച്, അപ്പൻ കണ്ണ് കാണാൻ പോലെ ഇരിക്കുകയായിരുന്നു. ആരാണ് അപ്പൻ? അപ്പനാരാ? ഇസഹാക്ക്.
ഇസാക്ക് കണ്ണും കാണാൻ പാടില്ലായിരിക്കുകയല്ലേ വീട്ടിൽ, 90 വയസ്സുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോന്നി ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം യേശാവിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകനെ, അപ്പം എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ കാലമായി, അതുകൊണ്ട് നീ കാട്ടിൽ പോയി ഒരു നല്ല മൃഗത്തെ പിടിച്ചുകൊണ്ട് പോയി എനിക്ക് പാകം ചെയ്ത് വാ, അപ്പമായിട്ട് വാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അവൻ പാവപ്പെട്ട ചാടിപ്പോയി. പക്ഷേ റബേക്ക അത് കേട്ടു. എന്താ കാര്യം? അവർക്ക് നെപ്പോട്ടിസം ഉണ്ട്, അവർക്ക് പക്ഷപാതം ഉണ്ടായി. ആരോടാണ്? ഇളയവനോട് പക്ഷപാതം വേണോ? അത് നമ്മൾ പക്ഷപാതം പരിശുദ്ധാത്മാവ് വരുന്നതിനുള്ള തടസ്സമുള്ള നിൽക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ പക്ഷപാതം ഉണ്ടാവരുത് എന്ന് കർത്താവിനെ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇളയ മക്കൾ, മൂത്ത മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ എന്ന് പറഞ്ഞ് പക്ഷപാതം വെക്കത്തില്ലേ, ഗ്രൂപ്പിസം ഉണ്ടാക്കത്തില്ലേ? അപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് 2 പേരെ വെക്കും, അമ്മയുടെ മക്കൾ 1 ആൾ വെക്കും. ഇങ്ങനെ വീട്ടിൽ ഗ്രൂപ്പിസം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ പല കാര്യങ്ങളും ഗ്രൂപ്പിസത്തിലാണ് പോകുന്നത്. പക്ഷേ പുറത്തൊന്നും പറയത്തില്ല. എല്ലാവരും ഒരു ചോരയായത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഒരു അടിവലിവ് ഉണ്ടാകുന്ന നോക്കണം. പക്ഷപാതത്തെക്കുറിച്ച് വചനമെടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിയമാവർത്തനം 16:19. നിയമാവർത്തനം 16:19. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. പറഞ്ഞേ, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പം ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനകത്ത് പക്ഷപാതം ഇല്ല. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പക്ഷപാതം ഇല്ല. പക്ഷേ റബേക്കയ്ക്ക് ഒരു പക്ഷപാതം ഉണ്ട്. ആരോടാണ്? യാക്കോബ്. റബേക്കയുടെ പക്ഷപാതമാണ് ഈ ഇളയ മകൻ നാടുവിടേണ്ടി വന്നത് കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉടമ്പടി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പക്ഷപാതം ദൈവത്തിൻ്റെ മനസ്സിന് യോജിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ്. മുട്ടാണ്ടിനെ പോലെ കുറേ രോമമുള്ള ആളാണ്. യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇവർ യാക്കോബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച്, എന്നിട്ട് ആലയിൽ പോയി ഒരു ആടിനെ എടുത്ത് പാസ്സാക്കി അപ്പമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു. അപ്പൻ ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാൻ പാടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാണത്? അപ്പൻ്റെ മകൻ യേശാവാണ്. അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും. കണ്ണു കാണാൻ പാടില്ല. അടുത്ത് വന്നിട്ട് ഉടനെ യാക്കോബ് യാക്കല്ലേ ഇസഹാക്ക് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്. കർത്താവിൻ്റെ വയലിൻ്റെ മണം, അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവസ്നേഹമുള്ളവർ, കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന്. അപ്പോൾ ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന്. വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ്? കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറഞ്ഞ കാര്യം വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത്. എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടി ചേർത്ത് പറയും. വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കം നിന്ന് വാങ്ങിച്ചെന്നില്ല, കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ, എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് ഇസഹാക്കിനെ പോലെ നിന്റെ പേര് കൂട്ടി പറയാൻ എന്നെ എളിമപ്പെടുത്തി നീ നിന്റെ സ്വന്തമാക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ അതൊരു ആധ്യാത്മികതയുടെ ഒരു ആന്തരിക ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്, ആത്മബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. എന്ത് കിട്ടിയാലും കർത്താവിനെയും ചേർത്ത് പറയുന്നത്. പക്ഷേ
അവസാനം യാക്കോബ് പറ്റിച്ച് അപ്പനെ, കണ്ണ് കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിച്ചു. ഈ അപ്പന്മാരൊക്കെ പറ്റിച്ച അവളെ കുഴപ്പം എന്താണെന്നറിയാം? കുഴപ്പം വർഷങ്ങളിൽ ഈ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. ദൈവം 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ 1000 കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ പണി മേടിക്കണേ? ഈ യാക്കോബ് യേശാവിൻ്റെ അനുഗ്രഹമല്ല അടിച്ചു മാറ്റിയത്, അത് കാപട്യമല്ലേ കാണിച്ചത്? എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വരുന്നത്? ഈശോ വരുമ്പോൾ നഥാനിയനെ കാണുമ്പോൾ എന്താ പറയണത്? ലുക്ക യോഹന്നാൻ 1:47 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:47 നഥാനയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ, നാഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടി വരുന്ന വഴി കണ്ട, പണി വരുന്ന വഴി കണ്ട. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നാഥാനിയനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ ഒരു ട്രൂ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? പഴയ യാക്കോബ്, പഴയ ഇസ്രായേൽ കാപട്യം പിടിച്ചവനായിരുന്നെന്ന്. ദൈവം മറക്കാത്ത കണ്ട, ക്ലിയർ അല്ലേ? ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം. ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാതെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കണേ. കമ്പ്യൂട്ടർ വല്ല കഥയുണ്ടാ? പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിലെ അനുതാപത്തിന് കണ്ണുനീര് തരാൻ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളാണെങ്കിലും വ്യർത്ഥുപേക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിൽ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റുപറയണം. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ വി ആർ നോട്ട് കാത്തലിക്സ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനസ്സാക്ഷി എടുത്തേ നിയമം നൽകപ്പെടാതിരിക്കെ മനസ്സാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിൻ്റെ സ്വരമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട്, വചനത്തിൻ്റെ വെളിപ്പാട്. അതനുസരിച്ച് കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ഡോക്ടർ ഒരു സാക്ഷി ഇട്ടിട്ടില്ലേ? ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷി ഇട്ടിട്ടുണ്ട്. സാക്ഷ്യവിശേഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ അവർ എന്താ പറയണത്? അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട്, അതാണ് ഉടമ്പടിയിൽ നിങ്ങൾ പണ്ട് ഒരു അബോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ? അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പം അത്രയും ഓർത്തില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളണ്ട. ദൈവം എഴുതി തള്ളിയാൽ മതി, സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കണ്ട. ഇല്ലേ? സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ തള്ളാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുദപിക്കാൻ പറ്റും. ബേബി കുര്യൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി കുര്യൻ എന്താ ചെയ്തിരിക്കണത്? കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും ശിഷ്ടജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയാണ്. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്നാലും ശരി, സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പിടിയില്ല. എന്താ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യവിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ. എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാകും, അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തോണ്ടും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ടണ പോലെ തോണ്ടും ഇങ്ങനെ വന്ന്. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും.
അപ്പോൾ ആവശ്യമുള്ള സാക്ഷികൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ യോഗ്യൻ്റെ സാക്ഷ്യം, ഇയാൾ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തെ അനപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഓൺലൈനിലായി. ഇപ്പം യാക്കോബിൻ്റെ പ്രശ്നം എന്താണ്? ദൈവം ഓൺലൈനിലായിട്ടും പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അതല്ലേ അയാൾ പറയണത് 28, 16, 17 അത് പറഞ്ഞേ, വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന.